നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒരു ജാങ്കോ പ്രൊജക്റ്റും അതുപോലെ ഒരു ആപ്പും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. സോ ജാങ്കോ പ്രൊജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റാണ്, നമ്മുടെ മുഴുവൻ വെബ്സൈറ്റിനെയാണ് നമ്മൾ ജാങ്കോ പ്രൊജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊജക്റ്റിലെ ഓരോ കമ്പോണൻസിനെയുമാണ് നമ്മൾ ആപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഒരു പ്രൊജക്റ്റിൽ എത്ര ആപ്പ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഉദാഹരണമായി നമ്മൾ ആമസോൺ വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ, സോ ഈ ആമസോൺ വെബ്സൈറ്റിനെ മുഴുവനായി നമുക്ക് പ്രൊജക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, സോ അതിനുള്ളിൽ നമ്മൾ ആദ്യം കാണുന്ന ഹോം പേജിൽ നമ്മൾ കാണുന്ന ഐറ്റംസ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിനെ നമുക്ക് ഒരു ആപ്പായി കണക്കാക്കാം. ഓക്കെ, അതുപോലെ നമ്മൾ കാർട്ട് എന്ന് പറയുന്ന ഈ ഭാഗം നമ്മൾ ഒരു ഐറ്റം സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നു. ഈ കാർട്ട് എന്ന് പറയുന്ന ഭാഗത്തെ നമുക്ക് മറ്റൊരു ആപ്പായി നമുക്ക് കണക്കാക്കാം. അതുപോലെ നമ്മളൊരു ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൊടുത്തിട്ടുള്ള റിവ്യൂസും മറ്റു കാര്യങ്ങളുമെല്ലാം നമുക്ക് മറ്റൊരു ആപ്പായി കണക്കാക്കാം. സോ ഇങ്ങനെ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു വെബ്സൈറ്റിനെ ചെറിയ ചെറിയ കമ്പോണൻസുകളാക്കി മാറ്റാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഉദാഹരണമായി എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് ആ ഒരു ആപ്പിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി, മുഴുവൻ വെബ്സൈറ്റ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അങ്ങനെ നമ്മൾ പ്രത്യേകം ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ ഒരു ജാങ്കോ പ്രൊജക്റ്റും അതുപോലെ അതിനുള്ളിൽ ഒരു ആപ്പും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യുന്നു. സോ VS കോഡ് ഓപ്പൺ ചെയ്ത് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ജാങ്കോ അഡ്മിൻ എന്ന് കൊടുക്കുക. ജാങ്കോ അഡ്മിൻ സ്റ്റാർട്ട് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള കമാൻഡാണിത്. സ്റ്റാർട്ട് പ്രൊജക്റ്റ് സ്പേസ് കൊടുത്ത ശേഷം നമ്മുടെ പ്രൊജക്റ്റ് നെയിം കൊടുക്കുക. സോ ഞാനിവിടെ ജാങ്കോ ട്യൂട്ടോറിയൽ എന്ന് കൊടുക്കാം. ഓക്കെ, ജാങ്കോ ട്യൂട്ടോറിയൽ എന്ന് കൊടുക്കാം. എൻ്റർ ചെയ്യാം. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ജാങ്കോ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ. സോ ഈ മുകളിൽ കാണുന്നത് നമ്മുടെ ഒരു ഔട്ടർ ഫോൾഡറാണ്, ഒരു കണ്ടെയ്നറാണ്. ഓക്കെ, അതിനുള്ളിൽ കാണുന്നതാണ് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡർ. സോ ഇതിൽ നിങ്ങൾക്കിവിടെ manage.py എന്ന് പറയുന്ന പൈത്തോൺ ഫയൽസ് കാണാൻ സാധിക്കും. നമ്മൾ ഇതിനുള്ളിലെല്ലാം അധികവും പൈത്തോൺ ഫയൽസ് ആയിരിക്കും, കാരണം നമ്മൾ പൈത്തോൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാങ്കോയിൽ യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫോൾഡറിനുള്ളിൽ നമുക്ക് ഒരുപാട് പൈത്തോൺ ഫയൽസ് വീണ്ടും കാണാൻ സാധിക്കും. സോ ഇതെല്ലാം എന്താണെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ നമ്മൾ വരുന്ന ട്യൂട്ടോറിയലുകൾ പഠിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമുക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിനുള്ളിലാണ്, ജാങ്കോ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന പ്രൊജക്റ്റിനുള്ളിലാണ്. സോ നമുക്ക് അതിനുള്ളിലോട്ട് നമ്മുടെ ഡയറക്ടറി ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. സോ ഞാനിവിടെ cd ജാങ്കോ ട്യൂട്ടോറിയൽ എൻ്റർ ചെയ്യുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ടെർമിനൽ ഇപ്പോൾ ഉള്ളത് ജാങ്കോ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന പ്രൊജക്റ്റിനുള്ളിലാണ്. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ ഇപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രൊജക്റ്റിനുള്ളിൽ ഒരു ആപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഹോം എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഓക്കെ, സോ നമ്മൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള കമാൻഡ് പൈത്തോൺ manage.py. സോ നമ്മൾ manage.py എന്ന് പറയുന്നത് ഈ ഒരു പൈത്തോൺ ഫയലാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. manage.py സ്റ്റാർട്ട് ആപ്പ് സ്പേസ് കൊടുത്ത ശേഷം നമ്മുടെ ആപ്പിൻ്റെ നെയിം കൊടുക്കുക. ഞാനിവിടെ ഹോം എന്ന് കൊടുക്കുന്നു. എൻ്റർ ചെയ്യുക. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമുക്കിവിടെ ജാങ്കോ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഈ ഫോൾഡറിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിലും നമുക്ക് ഒരുപാട് പൈത്തോൺ ഫയൽസ് കാണാൻ സാധിക്കും. സോ ഇതൊക്കെ എന്താണെന്നും എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നും നമുക്ക് വരുന്ന ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇപ്പോൾ നമ്മൾ ഒരു ജാങ്കോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ജാങ്കോ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഡെവലപ്മെൻറ്റ് സെർവർ എങ്ങനെ റൺ ചെയ്യാം. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണുന്നതിനുള്ള ഒരു ഡെവലപ്മെൻറ്റ് സെർവർ നമുക്ക് എങ്ങനെ റൺ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് ഒരു ലിങ്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ടെർമിനലിൽ വരിക, പൈത്തോൺ manage.py റൺ സെർവർ എന്ന് പറയുന്ന കമാൻഡ്, റൺ സെർവർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു സെർവർ റൺ ആവുന്നതായിരിക്കും. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡെവലപ്മെൻറ്റ് സെർവർ HTTP ഒരു ലിങ്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. ഓക്കെ, നമ്മൾ കൺട്രോളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു വിൻഡോ ഓപ്പണായി വരും. ഈ ഒരു ബ്രൗസറിൽ നമുക്ക് ജാങ്കോയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ദ ഇൻസ്റ്റാൾ വർക്ക്ഡ് സക്സസ്ഫുള്ളി, കൺഗ്രാജുലേഷൻ. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജാങ്കോ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തു, നമ്മുടെ ഡെവലപ്മെൻറ്റ് സെർവർ നമ്മൾ റൺ ചെയ്തു. സോ ജാങ്കോയുടെ ഡിഫാൾട്ട് ആയിട്ടുള്ള ഒരു പേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. സോ ഈ പേജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു
പേജിലായിരിക്കും നമ്മുടെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ പ്രൊജക്റ്റും അതുമായി ബന്ധപ്പെട്ട ആപ്സും എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു പേജിലായിരിക്കും. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പേജിലായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ജാങ്കോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ജാങ്കോ ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഹോം എന്ന് പറയുന്ന ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം SQL8ൻ്റെ ഡാറ്റാബേസ് ഓൾറെഡി ക്രിയേറ്റ് ആയത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരിക്കൽ നമ്മൾ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന്, ഉദാഹരണമായി നമ്മളിവിടെ ഹോം എന്ന് പറയുന്ന ആപ്പ് ക്രിയേറ്റ് ചെയ്തു. സോ അതിനെ നമ്മുടെ ജാങ്കോ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് നമുക്ക് അതിനെ പ്രൊജക്റ്റിൻ്റെ സെറ്റിങ്ങിൽ പോയി ആ ഒരു ആപ്പ് നെയിം ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് പ്രൊജക്റ്റ് ഫോൾഡറിൽ വന്നതിന് ശേഷം settings.py എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന് കാണാൻ സാധിക്കും. സോ ഇപ്പോൾ ഇതിൽ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്സ് ആണ് അഡ്മിൻ, ഓതൻറ്റിക്കേഷൻ, കണ്ടന്റ് ടൈപ്സ്, സെഷൻസ്, മെസ്സേജസ്, സ്റ്റാറ്റിക് ഫയൽസ് തുടങ്ങിയവയെല്ലാം ജാങ്കോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്സ് ആണ് ഇതെല്ലാം. ഇതൊക്കെ അഡ്മിൻ ഡാഷ്ബോർഡിനും അതുപോലെ ഓതൻറ്റിക്കേഷൻ സിസ്റ്റത്തിനുമെല്ലാം ഉള്ള ആപ്സ് ആണ്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പ് എന്ന് പറയുന്നത് ഹോം എന്ന് പറയുന്ന ആപ്പാണ്. സോ അത് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ താഴെ വന്നതിന് ശേഷം ഹോം എന്ന് കൊടുക്കുക, ഒരു കോമ കൊടുക്കുക അവസാനം, ശേഷം സേവ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോം എന്ന് പറയുന്ന ആപ്പിനെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞു. സോ ഇനി നമുക്ക് ഈ ഒരു ആപ്പിനെ നമ്മുടെ പ്രൊജക്റ്റിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ജാങ്കോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ആപ്പിനെ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റുമായി ബന്ധിപ്പിച്ച് കഴിഞ്ഞു.